മിഡ് റേഞ്ച് കാറ്റഗറിയിൽ 2023 മോസ്റ്റ് അണ്ടർ റേറ്റഡ് ആയുള്ള ഒരു സ്മാർട്ട് ഫോണാണ് പോക്കോൻ്റെ പോക്കോ F5 എന്ന് പറയുന്ന മോഡൽ. ജസ്റ്റ് വെയിറ്റ് ചെയ്യുക. നിങ്ങൾ മറ്റേ മദർ ബോർഡിൻ്റെ ഇഷ്യൂ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ പറയുന്നത് കേട്ട ശേഷം നിങ്ങൾ കമൻറ്റ് കാര്യങ്ങൾ ചെയ്യുക. അതായത് ഈ ഒരു മോഡൽ എന്ന് പറയുന്നത് ഈ ഒരു മിഡ് റേഞ്ച് പ്രൈസ് റേഞ്ചിൽ ഏറ്റവും പവർഫുൾ ആയുള്ള ഒരു ചിപ്സെറ്റും അതുപോലെ നല്ലൊരു പെർഫോമൻസും തരുന്നൊരു സ്മാർട്ട് ഫോണാണ് ഈ ഒരു പോക്കോ F5 എന്ന് പറയുന്ന മോഡൽ. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് സ്നാപ്ഡ്രാഗണിൻ്റെ ചിപ്സെറ്റാണ് കൊണ്ടുവന്നിരിക്കുന്നത്. സ്നാപ്ഡ്രാഗൺ 7+ Gen 2 എന്ന് പറയുന്ന ആ ഒരു പവർഫുൾ ആയുള്ള ചിപ്സെറ്റാണ് വന്നിരിക്കുന്നത്. ഈ ഒരു ചിപ്സെറ്റുമായിട്ട് മറ്റ് സ്നാപ്ഡ്രാഗണിൻ്റെ ചിപ്സെറ്റ് ആയിട്ടുള്ള മറ്റേ സ്നാപ്ഡ്രാഗൺ 7 Gen 1 അതുപോലെ ഈ ഇടയ്ക്ക് പുതിയതായിട്ട് ലോഞ്ച് ചെയ്ത ആ ഒരു സ്നാപ്ഡ്രാഗൺ 7 Gen 3 എന്ന് പറയുന്ന ആ ഒരു ചിപ്സെറ്റും വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു മോഡൽ എന്ന് പറയുന്നത് ഈ ഒരു 7+ Gen 2 എന്ന് പറയുന്ന ഈ ഒരു മോഡലാണ്. ഈവൻ നമ്മുടെ ഈ ഒരു ചിപ്സെറ്റ് നമ്മുടെ സ്നാപ്ഡ്രാഗൺ 8 Gen 1 എന്ന് പറയുന്ന ആ ഒരു ചിപ്സെറ്റുമായിട്ട് ഒപ്പത്തിനൊപ്പം അതിൻ്റെ ബെഞ്ച് മാർക്കും കാര്യങ്ങളും വരുന്ന രീതിയിലുള്ള പെർഫോമൻസും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ചിപ്സെറ്റാണ് ഈ ഒരു 7+ Gen 2 എന്ന് പറയുന്ന ഈ ഒരു ചിപ്സെറ്റ്. ആ ഒരു ചിപ്സെറ്റാണ് നമ്മുടെ പോക്കോ F5 കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ പെർഫോമൻസ് വൈസ് വെച്ച് നോക്കുന്ന സമയത്ത് ഒരു മോൺസ്റ്റർ ആയിട്ടുള്ള ചിപ്സെറ്റാണ് ഇതിൽ കൊണ്ടുവന്നിരിക്കുന്നത്. പ്ലാസ്റ്റിക് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഡിസൈനാണ്. അപ്പം ഡിസൈൻ എന്ന് പറയുന്നത് ഒരു പേഴ്സണൽ ചോയ്സ് ആണ്. അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതലായിട്ട് ഇതിനെക്കുറിച്ച് പറയുന്നില്ല. എങ്കിലും ഈ ഒരു ഡിസൈൻ നോക്കുകയാണെങ്കിൽ പ്ലാസ്റ്റിക് ആണെങ്കിൽ കൂടെ തന്നെ നല്ലൊരു പ്രീമിയം ലുക്കും കാര്യങ്ങളും നമുക്ക് ഈ ഒരു മോഡൽ തരുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഏകദേശം നമുക്ക് 3 കളർ വേരിയൻസും കാര്യങ്ങളും വരുന്നുണ്ട്. അതിൽ എനിക്ക് ഇഷ്ടപ്പെട്ടതെന്ന് പറയുന്നത് ആ ഒരു ബ്ലാക്ക് ബേസ്ഡ് ആയിട്ടുള്ള മോഡലാണ്. പിന്നെ ആ ഒരു ഡിസൈനിൽ തന്നെ ചെറിയ പാറ്റേൺസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആ ഒരു വൈറ്റ് ഷെയ്ഡ് ആയിട്ടുള്ള മോഡൽ നോക്കുന്ന സമയത്ത് നമുക്ക് കറക്റ്റ് ആ പാറ്റേണും കാര്യങ്ങളും അറിയാൻ പറ്റുന്നതായിരിക്കും. IP53 റേറ്റിംഗ് കാര്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ നമുക്ക് സൈഡിലാണ് ഫിംഗർ പ്രിന്റ് സെൻസറും കാര്യങ്ങളും വരുന്നത്. SD കാർഡ് സ്ലോട്ടും കാര്യങ്ങളും അവൈലബിൾ ആണ്. പിന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കാണാത്ത ഒരു ഓപ്ഷൻ കൂടെ നമുക്ക് ഇതിലുണ്ട്. 3.5mm ഹെഡ്ഫോണിൻ്റെ ആ ജാക്ക് അല്ലെങ്കിൽ അതിനുള്ള പോർട്ടും കാര്യങ്ങളും നമുക്ക് ഈ ഒരു മോഡൽ അവൈലബിൾ ആണ്. ഡോൾബി അറ്റ്മോസ് സപ്പോർട്ട് ആവുന്ന സ്പീക്കർ സിസ്റ്റം ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഡിസ്പ്ലേ നോക്കുന്ന സമയത്ത് ഒരു കിടിലൻ ഡിസ്പ്ലേ ആണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കിട്ടാവുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. അതായത് നമുക്കിനകത്ത് 6.67 ഇഞ്ചിൻ്റെ ഫുൾ HD+ 12 ബീറ്റിൻ്റെ ഡിസ്പ്ലേ ആണ് വരുന്നത്. അതും അമോലെഡ് ഡിസ്പ്ലേ ആണ്. 120 റിഫ്രഷ് ആയിട്ട് വരുന്നുണ്ട്. 1000 nits പീക്ക് ബ്രൈറ്റ്നസും പിന്നെ നമുക്കിനകത്ത് ഡോൾബി വിഷൻ HDR10+ കാര്യങ്ങളും സപ്പോർട്ട് ആവുന്നുണ്ട്. ഒരു കിടിലൻ ഡിസ്പ്ലേ തന്നെയാണ് നമുക്ക് ഇതിൽ കിട്ടുന്നത്. പിന്നെ ഇത് പവർ അപ്പ് ചെയ്യാനായിട്ട് നമുക്ക് 5000 mAh ബാറ്ററിയും 67 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. നല്ലൊരു ഫാസ്റ്റ് ചാർജിങ് ആണ് നമുക്ക് ഇതിൽ കിട്ടിയിരിക്കുന്നത്. അത് മാത്രമല്ല ബോക്സിൽ ചാർജറും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പം അത് വേറെ സൈഡ്. അപ്പം ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ നല്ലൊരു ബാറ്ററി ബാക്കപ്പും കാര്യങ്ങളും നമുക്ക് ഈ ഒരു മോഡലിൽ കിട്ടുന്നതായിരിക്കും. നിങ്ങൾ ഗെയിം കളിച്ചാൽ കൂടി നിങ്ങൾക്ക് അത്യാവശ്യം ഡീസൻ്റ് ആയുള്ള ഒരു ബാറ്ററി ബാക്കപ്പും കാര്യങ്ങളും കിട്ടുന്നതായിരിക്കും. നമ്മൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ അടിപൊളിയായിട്ട് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ കൂടി തന്നെ ക്യാമറയിൽ വരുന്ന സമയത്ത് ആ ഒരു സൈഡിലേക്കാണ് നിൽക്കുന്നത്. അതായത് ക്യാമറ നല്ല സ്പെക്കും കാര്യങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ക്യാമറ ഔട്ട്പുട്ട് നോക്കുന്ന സമയത്ത് ഓവർ കളറായിട്ടുള്ള ആ ഒരു ക്യാമറ ഔട്ട്പുട്ടും കാര്യങ്ങളാണ് നമുക്ക് കിട്ടുന്നത്. ട്രിപ്പിൾ ക്യാമറ സിസ്റ്റമാണ് വരുന്നത്. 64 MP മെയിൻ ലെൻസ് വരുന്നുണ്ട്. പിന്നെ 8 MP അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും 2 MP മാക്രോ ലെൻസാണ് വരുന്നത്. ക്യാമറ ഔട്ട്പുട്ട്സും കാര്യങ്ങളും നോക്കുന്ന സമയത്ത് നമുക്ക് ഓവർ സാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഫോട്ടോസും കാര്യങ്ങളാണ് വരുന്നത്. പിന്നെ ലോ ലൈറ്റിൽ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അപ്പം ക്യാമറയിൽ അത്ര ബെറ്റർ ആയിട്ടുള്ളൊരു സ്മാർട്ട് ഫോൺ അല്ല. അപ്പോൾ നിങ്ങളൊരു ക്യാമറ സ്മാർട്ട് ഫോണാണ് നോക്കുന്നതെങ്കിൽ ഈ ഒരു മോഡൽ അവോയ്ഡ് ചെയ്തിരിക്കുക. അപ്പം ഇത് നിങ്ങൾക്ക് ഒരു ഡിസ്പ്ലേ പെർഫോമൻസ് അതുപോലെ ബാറ്ററി ബാക്കപ്പ് പിന്നെ നമുക്ക് നല്ലൊരു ഡീസൻ്റ് ആയിട്ടുള്ള ഡിസൈൻ അങ്ങനത്തെ കുറച്ച് പാക്കേജ് ആയിട്ടുള്ള ഒരു മോഡലാണ് ഈ ഒരു മോഡൽ എന്ന് പറയുന്നത്. അപ്പോൾ ക്യാമറ നിങ്ങൾ മാറ്റി നിർത്തുക. ഇതിന് ക്യാമറ ബെസ്റ്റ് ആയിട്ടുള്ളൊരു ക്യാമറയൊന്നുമല്ല ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടുന്നത്. അപ്പം അതൊരു ഇഷ്യൂ ആണ്. അതുമാത്രമല്ല സോഫ്റ്റ്വെയർസും കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ നമുക്ക് MIUI 14 കാര്യങ്ങളും വരുന്നുണ്ട്. ഔട്ട് ഓഫ് ദ ബോക്സ് Android 13 ആണ് ഇതിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. 2 വർഷത്തെ OS അപ്ഡേറ്റും കാര്യങ്ങളും നമുക്ക് ഇതിൽ കിട്ടുന്നുണ്ട്. പിന്നെ കുറേ പ്രീ ഇൻസ്റ്റാൾ ആയിട്ടുള്ള ആപ്ലിക്കേഷൻ കാര്യങ്ങളും നമുക്ക് ആവശ്യമില്ലാണ്ട് അവർ ഇൻസ്റ്റാൾ ചെയ്ത് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം അത് അങ്ങനെ ഫ്രീ ആയിട്ട് കുറച്ച് തരുന്ന ആപ്ലിക്കേഷൻസ് ആണ്. നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഓപ്ഷൻ കാര്യങ്ങളും അവിടെ ഉണ്ട്. അപ്പോൾ ഞാൻ തുറക്കം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ കമൻറ്റ് ചെയ്യരുത്, വീഡിയോ കണ്ട ശേഷം കമൻറ്റ് ചെയ്യാമെന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പം എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പോക്കോ സ്മാർട്ട് ഫോണിൽ കുറേ ബഗ്സും കാര്യങ്ങളുണ്ട്. അതായത് ആപ്ലിക്കേഷനും കാര്യങ്ങളും നല്ല രീതിയിൽ വർക്ക് ആവാണ്ടിരിക്കുക, അത് ഒപ്റ്റിമൈസ് ആവാത്തതിൻ്റെ ഒരു റീസൺ ആയിരിക്കും. അതുപോലെ മദർ ബോർഡ് ഇഷ്യൂവിൻ്റെ കാര്യം ഇതുവരെ ഞാൻ അറിഞ്ഞിട്ടില്ല. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ഇഷ്യൂസും കാര്യങ്ങളും ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ആയിട്ട് അറിയിക്കുക. ജസ്റ്റ് മറ്റു യൂസേഴ്സിന് അറിയാൻ വേണ്ടിയാണ്. അതുമാത്രമല്ല നിങ്ങൾ ആരെങ്കിലും പോക്കോ 5 യൂസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, ഈ ഒരു വീഡിയോ കാണുന്ന ആരെങ്കിലും പോക്കോ 5 യൂസർ ആണെങ്കിൽ ജസ്റ്റ് നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒന്ന് കമൻറ്റ് ആയിട്ട് അറിയിക്കുക. മറ്റുള്ളവർക്കും അത് ഉപകാരമാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും ഇതുപോലെ ചെറിയ ബഗ്സും കാര്യങ്ങളും, അതായത് ഗ്രീൻ ലൈൻ്റെ ഇഷ്യൂ ഇതുവരെ ഞാൻ അറിഞ്ഞിട്ടില്ല. പക്ഷേ സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഓട്ടോമാറ്റിക് റൊട്ടേഷനും കാര്യങ്ങളും ബഗ്ഗായിട്ടിരിക്കുക, അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ആകുന്ന സമയത്ത് പകുതി ഓപ്പൺ ആകുക, അപ്പോൾ അങ്ങനത്തെ കുറച്ച് ബഗ്സും കാര്യങ്ങളും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാനിവിടെ പറയുന്നുണ്ട്. അപ്പം എന്തായാലും നിങ്ങൾ യൂസർ ആണെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ആയിട്ട് അറിയിക്കുക. ഈ ഒരു സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് നമ്മുടെ ഈ 2023 ഞാൻ പറഞ്ഞ പോലെ അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള സ്മാർട്ട് ഫോണാണ്. ബട്ട് നല്ലൊരു പെർഫോമൻസ് അല്ലെങ്കിൽ ഡിസ്പ്ലേ, പിന്നെ നല്ലൊരു സ്പീക്കർ സിസ്റ്റം, പിന്നെ നല്ല ബാറ്ററി ബാക്കപ്പ്, അങ്ങനത്തെ കാര്യങ്ങൾ ഒരു ഗെയിമിംഗ് സ്മാർട്ട് ഫോൺ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സ്മാർട്ട് ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പുറത്തായിട്ടുള്ളൊരു മോഡലായിരിക്കും ഈ ഒരു മോഡൽ എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രൈസ് നമുക്ക് ഏകദേശം 20,000 രൂപ അല്ലെങ്കിൽ 25,000 രൂപ ആ ഒരു പ്രൈസ് ഡ്രോപ്പിൽ വരെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ. അപ്പം എന്തായാലും ഇതാണ് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റായിട്ട് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട് ഞാൻ വീഡിയോയിലേക്ക് ചെയ്യാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലത്തെ കൂടുതൽ വീഡിയോസിന് വേണ്ടി മറ്റൊരു വീഡിയോ കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.